ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പാടില്ല എന്നാണ് അടിസ്ഥാന നിയമം. പക്ഷെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ സാധുക്കൾ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുത്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. വിശക്കുന്നവർ വന്നാൽ, ആവശ്യക്കാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുത്തോളൂ, അതിനൊന്നൊരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഖൈറ്, ഒരു കുഴപ്പമില്ല. അല്ല, ഇങ്ങോട്ട് വരുന്ന ആർക്കും ഒന്നും കൊടുക്കണ്ട, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഭർത്താവാണെന്ന് വിചാരിക്കുക. എന്നാൽ ലാ യഹില്ലു ലഹാ, ഈ പെണ്ണിന് അനുവദനീയമല്ല അൻ തുതഇമ മിൻ ബൈതിഹി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് ഭക്ഷണം നൽകൽ, ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ സമ്മതം കൂടാതെ. എന്നാൽ സമ്മതമില്ലെങ്കിലും കൊടുക്കാം. ആ ഭക്ഷണം അവിടെ വെച്ചാൽ അത് കേടുവരും. ആ വീട്ടുകാര് എന്തായാലും കഴിക്കുന്നില്ല, അവർക്ക് കഴിക്കാൻ താല്പര്യമില്ല. അത് മറ്റാർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് കേടുവന്നു പോകും, അത് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഭക്ഷണമാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതത്തിന് കാത്തിരിക്കേണ്ടതില്ല, അത് കൊടുക്കാവുന്നതാണ്. ഇനിയല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഇന്ന തഅമത അൻറിലാഹു കാന ലഹാ മിസ്ല അജ്രിഹി, ഭർത്താവിന് വീട്ടിലേക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ, സംതൃപ്തിയേ ഉള്ളൂ. അതിൽ ഒരിക്കലും അയാൾക്കൊരു പ്രശ്നമില്ല, പരാതിയില്ല, വിലക്കില്ല. എന്നാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം അങ്ങനെ നൽകി കഴിഞ്ഞാൽ, സഹോദരി ശ്രദ്ധിക്കണേ, ആ സ്വത്തിന്റെ ഭക്ഷണത്തിന്റെ ഉടമയായ ഭർത്താവിന് എത്രത്തോളം പ്രതിഫലം അതിന് കിട്ടുമോ, അതേ പ്രതിഫലം തന്നെ ഭാര്യക്കും ലഭ്യമാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിൽ ഭർത്താവ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച ഒരു ഭക്ഷണം, ഒരു വസ്തു, അത് ആർക്ക് കൊടുക്കുന്നതിനും ഭർത്താവിന് വിരോധമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് പരാതിയില്ല, ഇഷ്ടേ ഉള്ളൂ. എന്നാൽ ഭാര്യ അത് മറ്റാർക്കെങ്കിലും സ്വതക്ക നൽകിയാൽ, ആർക്കെങ്കിലും ഭക്ഷിപ്പിച്ചാൽ, ഈ ഭർത്താവിന് അതിന് ലഭിക്കുന്ന അതേ കൂലി ഈ ഭാര്യക്കും ലഭ്യമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പെണ്ണിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയിൽപ്പെട്ടതാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അഥവാ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെയാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതെങ്കിൽ, വഇൻ ഖറജത് മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നിഹി, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ സമ്മതമില്ലാതെയാണ് പുറത്തു പോകുന്നതെങ്കിൽ, ലഅനത്ഹൽ മലായിക, എല്ലാ മാലാകമാരും അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹത്താ തർജിഅ ഇലാ ബൈതിഹി, അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ. ഔ തതൂബ, അല്ലെങ്കിൽ ഇലാഹായ റബ്ബിനോട് എനിക്ക് മാപ്പ് നൽകണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നത് വരെ റഹ്മത്തിന്റെ മാലാകമാർ അവളെ ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഭർത്താവ് നാട്ടിലില്ല എന്ന് കരുതുക, അല്ലെ ഭർത്താവ് വീട്ടിലുണ്ട്, ഭർത്താവ് പലപ്പോഴും പല ജോലിക്കും പുറത്തൊക്കെ പോകുന്ന ആളാണ്, ഇന്ന വിഷയങ്ങൾക്കൊക്കെ അത്യാവശ്യമുണ്ടാകുമ്പോൾ നിനക്ക് പോകാം എന്ന് പൊതുവെ ഒരു സമ്മതം ഭർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനിത് ബാധകമല്ല. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അതിന് അത്യാവശ്യം സ്കൂളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്, ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അത്യാവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നീ പോയിക്കോ, കുഴപ്പമില്ല. അനിവാര്യ ഘട്ടത്തിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, ഭർത്താവിനോട് ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ വിളിച്ചു നോക്കി കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ഹോസ്പിറ്റൽ കേസ്, കുട്ടി വീണു, അസുഖം പറ്റി, പരിക്ക് പറ്റി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയല്ലാതെ നിർവാഹമല്ല. അതാ ഭർത്താവ് അറിഞ്ഞാൽ എന്തായാലും സമ്മതം തരുന്നൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് ബാധകമല്ല. അല്ലാത്ത നിലയിൽ എപ്പോഴും ഭർത്താവിന്റെ മനസ്സിൽ ഇവളിങ്ങനെ തെണ്ടി നടക്കുന്നത് ഇഷ്ടല്ല.
അതറിഞ്ഞുകൊണ്ട് സമ്മതമില്ലാതെ അങ്ങാടിയിലേക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ പോകുന്നത് അത് വലിയ വിപത്താണ്. റഹ്മത്തിന്റെ മാലാകമാർ നിരന്തരമായി ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ മാത്രമല്ല സഹോദരി, ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്: അയ്യും ഇംറഅത്തിൻ ഖറജത് മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നി. ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ലഅനഹാ കുല്ലു ഷൈഇൻ ത്വലഅത് അലൈഹി ശംസു വൽ ഖമറു ഹത്താ റജഅത് ഇലാ ബൈതി സൗജിഹാ. ചിന്തിക്കേണ്ട ഹദീസാണിത്, ആലോചിക്കേണ്ട ഹദീസാണിത്. വൈന ഖറജത്ത്, ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ലഅനഹ, അവളെ ശപിക്കുന്നതാണ്. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും, ത്വലഅത അലൈഹി ശംസു വൽ ഖമറു, സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം പതിച്ച വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ആ വസ്തുക്കളൊക്കെയും ഇവളെ ശപിക്കുന്നതാണ്. ഹത്താ റജഅത ഇലാ ബൈതി സൗജിഹാ, അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ. ഒരു ഉദാഹരണം പറയാ, ഭർത്താവ് ഗൾഫിലാണ്, ഇവളുടെ കുടുംബത്തിൽ ഏതൊരു കല്യാണമുണ്ട്. ഉപ്പയുടെ പെങ്ങളുടെ മകന്റെ മകൾ, മകളുടെ മകൾ, അങ്ങനെ അത്ര വലിയ അടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും അവൾ പോകേണ്ടവളാണ്, അവളെ ക്ഷണിച്ചിട്ടുണ്ട്. ഭർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കല്യാണമുണ്ട്, ഞാൻ പോട്ടെ? ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഏതായാലും പോണ്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ പോവും. വാശി പിടിച്ചു, പോയി. അത് പ്രശ്നമാണ്. ആ സമ്മതമില്ലാതെയാണ് അവൾ അതിൽ പങ്കെടുത്തതെങ്കിൽ അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം പതിച്ച മുഴുവൻ വസ്തുക്കളും അവളെ നിരന്തരമായി ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഈ സമ്മതം കിട്ടുന്നൊരു വിഷയം നമ്മൾ ചോദ്യത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കും. എല്ലാ വിഷയത്തിലും നമ്മളുടെ ആ ഒരു സംസാരത്തിന്റെ ഒരു ട്യൂൺ, അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ശൈലി നന്നായാൽ ഏകദേശം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമ്മൾ പറയുന്ന കാര്യം ഒന്ന് തന്നെയാണെങ്കിലും പലപ്പോഴും ആ പറയുന്നതിൻ്റെ ഒരു ട്യൂൺ, അതിൻ്റെ ഒരു ശൈലി, അതിൻ്റെ ഒരു രീതി, അതിൻ്റെ സന്ദർഭവും സാഹചര്യവും പരിഗണിച്ച് ചോദിക്കേണ്ട ക്രമത്തിൽ ചോദിച്ചാൽ സമ്മതം കിട്ടും. പലപ്പോഴും നമ്മളുടെ ചോദ്യത്തിൻ്റെ ശൈലി കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ സമ്മതങ്ങളൊക്കെ കിട്ടാതെ പോകുന്നത്. ഏതായാലും ഭർത്താവ് സമ്മതം തന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയാൽ അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും, നാശമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.